സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു CS റോക്കേഴ്സ്. അപ്പൊ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ബിഗ് ബോസിന് മറ്റൊരു അപ്ഡേറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് നിലവിലുള്ള പവർ ടീം ഗബ്രി, മുടിയൻ, പിന്നെ ശരണ്യ, ശ്രീലേഖ, ഇവര് 4 പേരായിരുന്നു നിലവിലുള്ള പവർ ടീം. അതിൽ നിന്ന് 2 പേര് ഒഴിഞ്ഞു മാറേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ എല്ലാ സമയത്തും. അതേപോലെ തന്നെ ഈ പ്രാവശ്യം 2 പേര് പുറത്തു പോകുന്നുണ്ട്. അത് ആരൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ബിഗ് ബോസ് പറഞ്ഞു നിങ്ങളിൽ ആരൊക്കെയാണ് പുറത്തു പോകുന്നത് വെച്ചാൽ അത് നിങ്ങൾ ഒന്ന് കൂടിച്ചേർന്ന് സംസാരിച്ചിട്ട് തീരുമാനം പറയാനാണ് പറഞ്ഞത്. ആ രീതിയിൽ അവർ പവർ ടീമിന്റെ ഉള്ളിൽ കയറിയിട്ട് ഇങ്ങനെ ഡിസ്കഷൻ എടുക്കുകയാണ്. അപ്പൊ മുടിയൻ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പോകാൻ പേടിയില്ല, എനിക്ക് എന്റെ പ്രേക്ഷകരിൽ വിശ്വാസമുണ്ട്, അതുകൊണ്ട് ഞാൻ നോമിനേറ്റ് ആയാലും എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ പുറത്തു പോകാന്ന് പറഞ്ഞ് അങ്ങനെ മുടിയൻ പുറത്തു വരികയാണ് നമ്മൾ കാണുന്ന ഒരു കാര്യം. അത് മാത്രമല്ല ഗബ്രി പറഞ്ഞു ഞാൻ പുറത്തു പോയിക്കോളാം, ഞാൻ എന്തായാലും അടുത്ത പ്രാവശ്യം പവർ ടീമിൽ കയറുന്ന എനിക്ക് ഉറപ്പാണ്, എന്നെ പ്രേക്ഷകർ രക്ഷിക്കും എന്ന അതേ സ്റ്റേറ്റ്മെന്റ് പറയുകയാണ്. അങ്ങനെ ഗബ്രിയും മുടിയനും കൂടെ ബിഗ് ബോസ് വീട്ടിലെ നിലവിലുള്ള പവർ ടീമിൽ പുറത്തിറങ്ങി പുതിയതായിട്ട് 2 പേരെ കയറ്റാനായിട്ട് ബിഗ് ബോസ് ആവശ്യപ്പെടുകയാണ്. ആർക്കൊക്കെയാണ് പവർ ടീമിൽ കളിക്കാൻ അല്ലെങ്കിൽ ആ പവർ ടീമിൽ കയറാൻ താല്പര്യമുള്ളവർ അവർക്ക് എണീക്കാന്ന് പറയുമ്പോൾ 5 പേരാണ് എണീറ്റുള്ളത് നിലവിൽ. 1 നമ്മുടെ ജിൻഡോ, 2 ജാസ്മിൻ, 3 നന്ദന, പിന്നെ സായ് കയറിയിട്ടുണ്ട്, പിന്നെ സിജോ. ഇവർ 5 പേരാണ് നിന്നിട്ടുള്ളത്. ആ സമയത്ത് രതീഷ് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ബിഗ് ബോസ് എനിക്കും എണീറ്റ് നിൽക്കാൻ പറ്റുമോ, പവർ ടീമിൽ കയറാൻ വേണ്ടിയുള്ള ഈ ടാസ്കിൽ എനിക്കും എണീറ്റ് നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് ഇല്ല രതീഷ്, നിങ്ങൾക്ക് എണീറ്റ് നിൽക്കാൻ പറ്റില്ല, നിങ്ങൾ വെറും അതിഥിയാണെന്ന് പറഞ്ഞ് അവിടെ ഇരുത്തുകയാണ്. അപ്പോൾ നിലവിൽ 5 പേരാണ് പവർ ടീമിൽ കയറാൻ വേണ്ടി കളിക്കാൻ പോകുന്നത്. 1 നന്ദന, 2 സായ്, 3 ജിൻഡോ, 4 നമ്മുടെ ജാസ്മിൻ. ഇവരെ 5 പേരാട്ടോ കളിക്കാൻ പോകുന്നത്. പിന്നെ സിജോയ്, ഇവർ 5 പേരാണ് കളിക്കാൻ പോകുന്നത്. ഇതിൽ ആര് ജയിക്കും എന്ന ചോദ്യത്തിന് ഇതുവരെ ലൈവിൽ ഉത്തരം കിട്ടിയിട്ടില്ല. അത് കുറച്ചു നേരം കഴിയുമ്പോഴേക്ക് നടക്കുന്നതായിരിക്കും, ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ. എനിക്ക് മിക്കവാറും തോന്നുന്നത് ഒന്ന് നന്ദന ജയിക്കാൻ ചാൻസ് ഉണ്ടാകും, മാത്രമല്ലാണ്ട് സായും. ഇവർ 2 പേരും ആയിരിക്കും ഈ പ്രാവശ്യത്തെ പവർ ടീമിൽ കയറാൻ ചാൻസ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഇതുവരെ ഒന്നും ആക്റ്റീവായിട്ട് ചെയ്തിട്ടില്ല, ബിഗ് ബോസ് വീട്ടിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അപ്പൊ അവർക്ക് തന്നെയായിരിക്കും ചാൻസ് കൂടുതൽ ലഭിക്കാൻ ചാൻസ്. പിന്നെ ബിഗ് ബോസ് വേറൊരു കാര്യം കൂടെ കൊടുത്തു, ഈ ആരാണ് പുതിയ പവർ ടീമിലോട്ട് കയറുന്നത് അതുവരെ ഒരു ബ്രേക്ക് എടുക്കാം, അതുവരെ നിങ്ങൾ എല്ലാവരും ടാങ്ക് കുടിക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ ടാങ്കിന്റെ കുത്തി നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഇങ്ങനെ ടാങ്ക് ഒഴിച്ച് എല്ലാവരും കുടിക്കാൻ പോകുക കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ലൈവിൽ ഇതുവരെ നടന്നിട്ടുള്ളൂ. ഇനിയും കൂടുതൽ എന്തെങ്കിലുമൊക്കെ നടക്കുകയാണ്, അപ്ഡേറ്റ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അത് മറക്കാണ്ട് ഈ ചാനൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതിനുവേണ്ടി മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും എനിക്കറിയാം ഈ വീഡിയോ ഒരു 50-60 പേരായിരിക്കും മിനിമം കാണുക. അങ്ങനെ കാണുന്ന 50-60 പേര് കാണുന്നുണ്ടെങ്കിൽ തന്നെ അവർ മറക്കാണ്ടൊന്ന് ലൈക്ക് അടിക്കുക കേട്ടോ പ്ലീസ്. നിങ്ങൾ അടിക്കുന്ന ഓരോ ലൈക്കും എന്റെ ഭയങ്കര പ്രചോദനമായിരിക്കും. ഞാൻ സംസാരിക്കുന്ന ഈ കാര്യങ്ങൾ അത്രയും പേർക്ക് ഇഷ്ടമായെന്ന് എനിക്ക് വിശ്വസിക്കാലോ. അപ്പൊ മറക്കാണ്ടൊന്ന് ലൈക്കെങ്കിലും അടിക്കുക. ബൈ.